ഹലോ, ഞാനിപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയ ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ പറയും സിട്രസ് ഫ്രൂട്ട്സ്. അതിൽ തന്നെ എടുത്തു പറയും ഓറഞ്ച് ഫ്രൂട്ട് എന്ന്. എന്നാൽ എനിക്ക് പറയാൻ കഴിയും ഇവയൊന്നുമല്ല എന്ന്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപേ വൈറ്റമിൻ സിയുടെ കോമൺ ഫങ്ഷൻസ്, വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് എന്തിനാണ് ആവശ്യം എന്നതിനെ പറ്റി സിമ്പിളായി ഒന്ന് പറയാം. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, ഇൻഫെക്ഷൻസ് അഥവാ അണുബാധ തടയാൻ, നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ത്വക്കിന്റെ ആരോഗ്യത്തെ ബൂസ്റ്റ് ചെയ്ത് യൗവനം നിലനിർത്താൻ. ഇനി ഇവ കൂടാതെ വൈറ്റമിൻ സിയുടെ മറ്റു ഫംഗ്ഷൻസ് എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ചോ നാരങ്ങയോ ഒന്നുമല്ല വൈറ്റമിൻ സി റിച്ച് ആയ ഫ്രൂട്ട്സ്. ഇവയേക്കാളേറെ പല മടങ്ങ് അധികം വൈറ്റമിൻ സി അടങ്ങിയ ഒരു ഫ്രൂട്ട് ഉണ്ട്. അതുള്ളപ്പോൾ ഈ ഓറഞ്ച് നാരങ്ങ ഇവയെ വൈറ്റമിൻ സി റിച്ച് ഫ്രൂട്ട് എന്ന് പറയാൻ കഴിയുമോ? യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ വൈറ്റമിൻ സി റിച്ച് ആയ ഫ്രൂട്ടാണ് ഓറഞ്ച് നാരങ്ങ ഇവയൊക്കെ എന്ന്. പക്ഷെ ഇവയൊക്കെ പറയുന്നതിന്റെ കൂടെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഫ്രൂട്ടും പറയണം. അതിനെ മാത്രം മാറ്റി നിർത്തരുത്. സോ ദ വൈറ്റമിൻ സി റിച്ച് ആയ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും പല മടങ്ങ് അധിക അളവിൽ വൈറ്റമിൻ സി കാണപ്പെടുന്ന ഫ്രൂട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഗൂസ്ബെറി ആണ്. അതായത് ആംല എന്നൊക്കെ അറിയപ്പെടുന്ന നെല്ലിക്ക. സപ്പോസ് ഒരു 100 ഗ്രാം ഓറഞ്ച് എടുക്കുക, 100 ഗ്രാം നാരങ്ങ എടുക്കുക. ഇവ രണ്ടിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ അളവ് ആൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് അതേ 100 ഗ്രാം നെല്ലിക്ക എടുത്താൽ അതിലടങ്ങിയ വൈറ്റമിൻ സി 9 മടങ്ങോളം അധികമാണ് ഓറഞ്ചിനെയോ നാരങ്ങയോ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ 100 ഗ്രാം ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി 53 മില്ലിഗ്രാം ആണെങ്കിൽ 100 ഗ്രാം നെല്ലിക്കയിൽ അത് 450 മില്ലിഗ്രാം ആണ്. ഇവിടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വൈറ്റമിൻ സിയുടെ DRB എന്നത് മെൻസിന് 90 മില്ലിഗ്രാമും വിമൻസിന് 75 മില്ലിഗ്രാമുമാണ് ഒരു ദിവസം ആവശ്യമായത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു ദിവസം ഒരു നെല്ലിക്ക വെച്ച് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിരിക്കേണ്ട വൈറ്റമിൻ സിയുടെ അളവ് അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന്. ഇനി കാലറി കൂടി പോകുമെന്ന പേടിയും വേണ്ട, കാരണം കാലറി വളരെ കുറവാണ് നെല്ലിക്കയിൽ. അതുപോലെ തന്നെ ഫൈബർ റിച്ചുമാണ്, ഫാറ്റും വളരെ കുറവാണ്, ഷുഗർ നെഗ്ലിജിബിൾ ആണ്, അതായത് ഷുഗർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആയുർവേദത്തിൽ ഇതിനെ നിത്യസേവന ആഹാരമായിട്ടാണ് പരിഗണിക്കുന്നത്. ദാറ്റ് മീൻസ് ദിവസവും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു ആഹാരമായിട്ട്. നെല്ലിക്ക അടങ്ങുന്ന നിത്യസേവന ദ്രവ്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാനും സാധിക്കുമെന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നത്. നെല്ലിക്ക നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് റോ ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. ഇനി പച്ചയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റു വഴികൾ സ്വീകരിക്കാം. ജ്യൂസ് ആക്കാം, അച്ചാറിടാം, ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം, ചട്നി ഉണ്ടാക്കാം. ടിപ്പിക്കലി ആംല സേഫ് ആണ്, ബട്ട് ചില ആളുകളിൽ ഇത് അലർജി ഉണ്ടാക്കിയേക്കാം ആൻഡ് ചില മെഡിസിൻസുമായിട്ട് ഇത് റിയാക്റ്റും ചെയ്തേക്കാം. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലഡ് തിന്നേഴ്സുമായി ഇത് റിയാക്ട് ചെയ്യാം. അമിതമായാൽ അമൃതും വിഷം എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ നെല്ലിക്ക അമിതമായി കഴിച്ചാൽ നിങ്ങൾക്ക് ഡയറിയ, ബ്ലോട്ടിംഗ്, സ്റ്റൊമക് ക്രാംസ് ഇവ ഉണ്ടായേക്കാം. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മെഡിക്കൽ അഡ്വൈസായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കരുത്. ഇതൊരു ജനറൽ അവയർനെസ് മാത്രമാണ്. ഇറ്റ് ഇസ് നോട്ട് എ മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.